നമ്മൾ കൊച്ചു ടിവിയിൽ പഴയകാല കാർട്ടൂൺസിനെ പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാർട്ടൂൺ സോങ്സിനെ പറ്റി ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോഗോയിലും സിഎനിലും ഉണ്ടായിരുന്നു ചില യൂണീക്ക് കാർട്ടൂൺസിനെ പറ്റിയാണ് നോക്കുന്നത്. ഇതൊന്നും തന്നെ പോഗോയിലും സിഎനിലും സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ അല്ല. ലിസ്റ്റിലാക്കിയത് സിഎനിൽ വന്നിരുന്ന ഒരു കാർട്ടൂണാണ്. വല്ലപ്പോഴും വളരെ റെയറായി മാത്രമേ ഈ ഒരു കാർട്ടൂൺ സിഎനിൽ വന്നിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യണം. ആ ഒരു കാർട്ടൂണാണ് ക്രിഷ് ആൻഡ് ട്രിഷ് എന്ന കാർട്ടൂൺ. ഈ ഒരു കാർട്ടൂൺ 2009 വന്നത്. ഇന്ത്യയിലെ പണ്ടത്തെ ഫെയറി ടൈൽ കഥകൾ ഒരു വ്യത്യസ്തമായ അനിമേഷൻ ആർട്ട് സ്റ്റൈലിൽ പുറത്തിറക്കിയ ഒരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ വളരെ റെയറായി മാത്രമേ സിഎനിൽ വരാറുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യണം. ഈ ഒരു കാർട്ടൂൺ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ആർട്ടും ഒരു കൂട്ടം അനിമേറ്റേഴ്സ് ചേർന്ന് ബ്യൂട്ടിഫുൾ ആയി ചിത്രീകരിച്ച ഒരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങുമ്പോൾ വ്യത്യസ്തമായ ബ്യൂട്ടിഫുൾ ആയ ഒരു 2D അനിമേഷൻ ശൈലിയായിരിക്കും. എന്നാൽ കാർട്ടൂണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ക്യാരക്ടേഴ്സ് എല്ലാം 3D ആയിട്ടാണ് വന്നത്. അങ്ങനെ 2Dയും 3Dയും മിക്സഡ് ആയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർട്ടൂണാണ്. ക്രിഷ് എന്ന് പറയുന്നത് ഈ ഒരു കുരങ്ങ് ക്യാരക്ടറാണ്. ട്രിഷ് എന്ന് പറയുന്നത് ഈ ഒരു പൂച്ച ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടർ കൂടിയുണ്ട്, ബാൾട്ടി ബോയ് എന്നാണ് ഈ ഒരു കഴുത മോറിന്റെ പേര്. ഇവർ കേൾക്കുന്ന ഫെയറി ടൈൽസ് ആയിട്ടാണ് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഓരോരോ സ്റ്റോറീസ് കാണിക്കുന്നത്. നമ്മൾ പണ്ട് കൊച്ചു ടിവി അന്ന കഥകളെന്ന് മറ്റൊരു കാർട്ടൂൺ കാണുമായിരുന്നു. ഈ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം കാർട്ടൂണിന്റെ തുടക്കത്തിൽ ഓരോരോ സ്റ്റോറീസ് പറയും, പിന്നീട് സ്റ്റോറി ടെല്ലിംഗ് കാണിക്കും. ഇതേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു കാർട്ടൂൺ. ഇന്ത്യയിലെ തന്നെ ഓരോ സ്റ്റേറ്റിലുമുള്ള ഫേമസ് ആയ ഫെയറി ടൈൽസ് ഈ ഒരു കാർട്ടൂണിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ സ്റ്റോറി വരെയും ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എനിക്ക് ഈ ഒരു എപ്പിസോഡും ഒരു പൂച്ചകളുടെ എപ്പിസോഡും ഇത് രണ്ടും നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യണം. ഒരു വേടന്റെ കഥയുമുണ്ട്. ഒരു വേട്ടക്കാരൻ മരത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഒരു മാന് വരും. ഈ വേട്ടക്കാരൻ ചത്ത പോലെ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവൻ ചാടി എണീറ്റ് അമ്പ് ചെയ്യാൻ പോകും. അപ്പോൾ മാൻ പറയും, ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്റെ ഹസ്ബൻഡിന് സുഖമില്ല. അപ്പോൾ വേട്ടക്കാരൻ ഈ ഒരു മാനിനെ അമ്പ് ചെയ്യും, ഒരു മരുന്ന് കൊടുത്തു വിടുകയും ചെയ്യും. ഈ ഒരു മരുന്നുമായി മാൻ ഹസ്ബൻഡിന്റെ അടുത്തെത്തി. മരുന്ന് കഴിച്ച് ഹസ്ബൻഡ് സുഖമായി. അപ്പോൾ വേട്ടക്കാരൻ വീണ്ടും വന്നു. അമ്പ് ചെയ്യാൻ പോയപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിന്നു. ഞങ്ങളെ 3 പേരെയും അമ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം കണ്ട് ഇദ്ദേഹത്തിന് അമ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയും തനിക്ക് മാനിനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നും വേട്ടക്കാരൻ എന്ന പദവി തിരിച്ചെടുത്തോളൂ എന്നും ഇദ്ദേഹം രാജാവിനോട് പറഞ്ഞു. പക്ഷേ രാജാവ് പറഞ്ഞത് നീ ചെയ്തതാണ് ശരിയെന്ന്. വേട്ടക്കാരന്റെ നല്ല മനസ്സിന് രാജാവ് പ്രശംസിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കേട്ടിട്ടുള്ള 2 മുതലയുടെയും ഒരു കുരങ്ങന്റെയും കഥ ഈ ഒരു കാർട്ടൂണിലുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഹസ്ബൻഡ് വൈഫുമായ 2 മുതല പഴങ്ങൾ പറിച്ചു കൊടുക്കുന്ന കുരങ്ങ്. ഈ ഒരു കുരങ്ങ് മുതലയ്ക്ക് പഴങ്ങൾ കൊടുക്കുമായിരുന്നു. ഇവർ 2 പേരും വളരെ ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ദിവസം മുതലയുടെ വൈഫ് പറയും, പഴങ്ങൾ തിന്ന് കുരങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഇനി ആ കുരങ്ങിനെ കൊണ്ടുവരാം. ലാസ്റ്റ് കുരങ്ങ് മുതലയെ മണ്ടനാക്കി രക്ഷപ്പെടുന്നതല്ല നിങ്ങൾക്ക് അറിയാതിരിക്കാം. വളരെ ഫേമസ് ആയ സ്റ്റോറിയാണ്. അടുത്തത് കാർട്ടൂൺ അല്ല, കൃഷ്ണന്റെ ആനിമേറ്റഡ് മൂവീസ് ആണ്. സിഎനിൽ പണ്ട് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണന്റെ ആനിമേറ്റഡ് മൂവീസ് വരുമായിരുന്നു. 3 മൂവീസും ഒരു മൂവിയിൽ കൃഷ്ണൻ ജനിക്കുന്ന സ്റ്റോറി, രണ്ടാമത്തെ മൂവിയിൽ അല്പം വളർന്നിട്ടുള്ള സ്റ്റോറി, മൂന്നാമത്തെ സ്റ്റോറിയിൽ കൃഷ്ണനും കംസനുമായിട്ടുള്ള ആ ഒരു ഫൈനൽ സ്റ്റോറി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ കാർട്ടൂൺ ആണ്. വളരെ ഫേമസ് ആണ്. ചോട്ടാ ഭീം നിർമ്മിച്ച ഗ്രീൻ ഗോൾഡ് അനിമേഷൻ ആണ് ഈ ഒരു മൂവി ഉണ്ടാക്കിയത്. അനിമേഷൻ ആണെങ്കിൽ പോലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി കൃഷ്ണന്റെ സ്റ്റോറി അവതരിപ്പിച്ചത് ഈ അനിമേഷൻ തന്നെയാണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവർ ഉറപ്പായും കമന്റ് ചെയ്യണം. പിന്നീട് കൃഷ്ണ ക്യാരക്ടറെ ചോട്ടാ ഭീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും മികച്ചതാണ്. കൃഷ്ണ ആൻഡ് ബൽറാം എന്ന ഒരു കാർട്ടൂണും പുറത്തിറക്കി. ഇതും വലിയ വിജയമായിരുന്നു. അടുത്ത കാർട്ടൂണാണ് ബേബി ലോണി ട്യൂൺ. ഈ ഒരു കാർട്ടൂൺ 2002 പുറത്തിറങ്ങി. പേര് പോലെ തന്നെ പതിവ് ലോണി ട്യൂൺസിന്റെ നിന്ന് വ്യത്യസ്തമായി ബേബി ലോണി ട്യൂൺസിന്റെ സ്റ്റോറി ആയിരുന്നു ഈ ഒരു കാർട്ടൂണിൽ ഉണ്ടായിരുന്നു. പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്ക് വെളുപ്പിനാണ് ഈ ഒരു കാർട്ടൂൺ ഉണ്ടാവുക. കുറച്ച് ബേബി ലോണി ട്യൂൺസും ഇവരെ നോക്കാൻ ഒരു അമ്മൂമ്മയും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി കമന്റ് ചെയ്യണം. Hey there everybody, it's a loonyful day.